കുടുംബ പ്രശ്നത്തിൽ മക്കൾ ചേർന്ന് അച്ഛനെയും അമ്മയെയും ക്രൂരമായി തല്ലിക്കൊല്ലുക. പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു നടുക്കമാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത കൊടും ക്രൂരത സംഭവിച്ചത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. ഗാസിയാബാദിലെ ക്രോസിംഗ് റിപ്പബ്ലിക് ഏരിയയിലെ താമസക്കാരായ ഗംഗാശരൺ എന്ന 55-കാരനും ഭാര്യ വിമലേഷ് എന്ന 50-കാരിയുമാണ് മരിച്ചത്. ക്ഷീരകർഷകനായ ഗംഗാശരണിനും വിമലേഷിനും 2 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. 4 പേരും വിവാഹിതരാണ്. ക്രോസിംഗ് റിപ്പബ്ലിക് ഏരിയയിലെ ഒരു 2 നില വീടിന്റെ മുകളിലെ നില വാടകയ്ക്കെടുത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഗംഗാശരണിനും വിമലേഷിനും ഒപ്പമാണ് ആൺമക്കളായ ലളിതും ദീപക്കും താമസം. ഇവിടെ തന്നെയുള്ള ഒരു ഡോക്ടറുടെ വീട്ടിലെ ഡ്രൈവറാണ് ലളിത്. ഡ്രൈവറായിരുന്ന ദീപക് 2 മാസം മുൻപ് ആ ജോലി വിട്ട് ഒരു ഫാക്ടറിയിൽ ജോലിക്കാരനായി പോയി വരികയായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര പന്തിയൊന്നുമായിരുന്നില്ല ദീപകിന്റെയും ലളിതിന്റെയും സ്വഭാവമെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇരുവരും ഭാര്യമാരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അവർ 2 പേരും സ്വന്തം വീടുകളിലേക്ക് പോയി. ചുരുക്കത്തിൽ ഗംഗാശരണും വിമലേഷും 2 ആൺമക്കളും മാത്രമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഈ ഗംഗാശരണിന്റെ വീട്ടിൽ വലിയ വഴക്ക് നടക്കുന്നുവെന്നും നിലവിളി കേൾക്കുന്നുവെന്നും തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പോലീസ് കൺട്രോൾ റൂം നമ്പറായ 112 അയൽവാസിയായ ഒരാളാണ് വിളിച്ചു പറയുന്നത്. അച്ഛനും അമ്മയും ഒരു ഭാഗത്തും മക്കൾ മറുഭാഗത്തും. പോലീസ് പാഞ്ഞെത്തിയപ്പോഴേക്ക് ഗംഗാശരണും വിമലേഷും ചോരയിൽ കുളിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ തന്നെ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. थाना क्रॉसिंग रिपब्लिक के भीमनगर मोहल्ले से 112 पर एक सूचना प्राप्त हुई कि एक किराएदार द्वारा यह सूचना दी गई कि उसके मकान वाली गंगाशरण और उनकी पत्नी विमलेश तथा उनके दोनों लड़के दीपक तथा ललित के द्वारा आपस में झगड़ा किया जा रहा है, जिसमें विमलेश व गंगाशरण को गंभीर चोटें आई हैं। सूचना पर क्रॉसिंग रिपब्लिक पुलिस तत्काल मौके पर पहुंची, वहाँ पर छानबीन किया और जो घायल अवस्था में गंगाशरण और विमलेश जी थी इनको तत्काल अस्पताल भिजवाया गया। वहाँ पर डॉक्टर के द्वारा उनको मृत घोषित कर दिया गया। उनके जो आरोपी 2 लड़के थे दीपक और ललित, उनको पुलिस हिरासत में ले लिया गया। उनसे गहराई से पूछताछ की जा रही है और तहरीर प्राप्त कर अन्य वैधानिक कार्रवाई सुनिश्चित कराई जा रही है. മക്കളുടെ ഈ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അറിയാവുന്ന ഗംഗാശരണും വിമലേഷും സ്വത്ത് ഭാഗം ചെയ്തിരുന്നില്ല. ഭാഗം ചോദിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെയും വഴക്ക്. ഇതേ വിഷയത്തിൽ നേരത്തെയും മക്കളും മാതാപിതാക്കളുമായി വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇടയ്ക്ക് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കുകയായിരുന്നു പതിവ്. ये 2 बहन 2 भाई थे। अच्छा, आपको क्या सूचना मिली? हमें तो ये सूचना मिली कि दोनों भाई ने बहन को मार दिया तुम्हारे। अच्छा, जो हमारी भांजी ने फोन किया। आपकी बहन को और आपकी बहनों की उम्र क्या रही? उम्र तो ऐसी हुई करीब 60-59 के करीब. ഇരുവരുടെയും തലയ്ക്കാണ് അടിയേറ്റത്. തലയിൽ നിന്ന് ചോരയൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു പോലീസ് എത്തിയപ്പോൾ 2 പേരും ഉണ്ടായിരുന്നത്. 2 മക്കളും ഇരുവർക്കും സമീപമായി നിൽക്കുന്നുമുണ്ടായിരുന്നു. 2 പേരെയും അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലക്കടിച്ചത് കൂടാതെ 2 പേരുടെയും കഴുത്ത് ഞെരിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവസ്ഥലത്തെത്തി ഫോറൻസിക് സംഘം തെളിവ് ശേഖരിച്ചിട്ടുമുണ്ട്. മക്കളുടെ ഭാര്യമാരുടെ കൂടി മൊഴിയെടുത്ത ശേഷമായിരിക്കും ദീപകിന്റെയും ലളിതിന്റെയും പേരിൽ കുറ്റങ്ങൾ ചുമത്തുക. എന്തായാലും ഗാസിയാബാദിലെ വീർ കോളനി ഇപ്പോഴും ഈ അരും കൊലകളുടെ ഞെട്ടലിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.